ഹായ് വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മുടെ ഫോണ് നമ്മൾ വളരെ സെക്യൂർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മുടെ ഫോണിലെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഡാറ്റകളോ ഒന്നും ആർക്കും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ നമ്മളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ചില ലിങ്കുകളിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകളൊക്കെ നമുക്ക് ചോർത്തി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല ഇത് നമ്മുടെ അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ അങ്ങനെ ആരെങ്കിലും ചോർത്തി കൊണ്ടുപോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അത് അറിയാനും നമുക്ക് അതൊന്ന് ഒഴിവാക്കാനും ഒരു സെറ്റിംഗ്സ് ഫോണിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിലെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാവിധ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലേ. പക്ഷേ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു തരുന്ന ചില ലിങ്കുകളിലൊക്കെ നമ്മൾ കയറുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷൻ്റെ കൂടെ കയറുന്ന പല ആപ്ലിക്കേഷൻസുകളുണ്ടാവും, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ. ഇതൊക്കെ നമ്മുടെ ഫോണിലുള്ള രഹസ്യങ്ങൾ ചോർന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെറ്റിംഗ്സിലൊന്ന് ഗൂഗിളിലൊന്ന് കയറുക. ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഇമെയിൽ ഐ ഡി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ ഇമെയിൽ ഐ ഡിയുടെ തൊട്ട താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടില്ലേ, അക്കൗണ്ട് എന്ന് പറയുന്നത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിരവധി ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇതുവഴി നിങ്ങളുടെ പല കാര്യങ്ങളും രഹസ്യങ്ങളും കോൺടാക്ട്സുകൾ, ഫോൺ വഴി ക്യാമറ ആക്സസ് ഇതൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഏറ്റവും താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ കണക്ഷൻ, നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ആണിത്. ഇത് നിങ്ങൾ നോക്കി നോക്കുക. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്ന ആപ്ലിക്കേഷൻ, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതെ വന്ന് കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ 2-3 ആപ്ലിക്കേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു AI എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതൊന്നും എനിക്ക് വേണ്ടാത്തതാണ്. നമുക്ക് ഇതേപോലെ ഓട്ടോമാറ്റിക്കലി വന്ന് കയറുന്നതാണ്. നമ്മുടെ രഹസ്യങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, നമുക്കിതിനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷനാണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ താഴെ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഡിലീറ്റ് ഓൾ കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ഏരോ മാർക്ക് ഇല്ലേ, താഴെ കാണിക്കുന്ന ഏരോ മാർക്ക്, ആ ഏരോയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള, റിമൂവ് ചെയ്ത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. ഈ പറഞ്ഞിരിക്കുന്ന പല ആപ്സ് വഴിയാണ് നമ്മുടെ രഹസ്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിലീറ്റ് കണ്ടില്ലേ കണക്ഷൻസ് പറയുന്ന ഓപ്ഷനിൽ താഴെ വന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ നമുക്ക് നിരവധി ആപ്ലിക്കേഷൻസുകൾ ഇത് പല ഫോണിലും വന്ന് കിടക്കുന്നുണ്ട്. ഇതുവഴിയൊക്കെയാണ് നിങ്ങളുടെ പല പല ഡാറ്റകളും പുറത്തേക്ക് പോകുന്നത്. ഇവിടെ നമുക്കൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു സുനോ എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇതും ഇതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ പല ആപ്ലിക്കേഷൻസ് ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കി നോക്കുക. ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം എത്ര ആപ്ലിക്കേഷൻസ് നിങ്ങൾ അറിയാണ്ട് കയറി കിടക്കുന്നുണ്ട്. അതും ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. എല്ലാവരും ഫോണിൽ ഇപ്പം തന്നെ ഒന്ന് ചെയ്തു നോക്കുക.